ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 4 കിടിലൻ 4 മണി പലഹാരങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ബോണ്ടയാണ്. എല്ലാവരും ബോണ്ട ഉണ്ടാക്കുമെങ്കിലും ഓരോരുത്തരുടെ രീതിയും വ്യത്യസ്തമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ മസാല ബോണ്ടയാണ്. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം വെജിറ്റബിൾസ് ചേർത്ത് ബോണ്ട ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. നമ്മുടെ സ്പെഷ്യൽ മസാല ബോണ്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. എപ്പോഴും എന്ത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിലും അതിനാവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചാൽ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നും തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടാകില്ല. പണിയും എളുപ്പമാകും. ബോണ്ട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, കടുക്, ഉഴുന്നുപരിപ്പ്, നാരങ്ങ, ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, സോഡാപ്പൊടി, കായം, കടലമാവ്, മുളക് പൊടി, സവാള, ക്യാരറ്റ്, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, വറുക്കാൻ ആവശ്യമായ എണ്ണ എന്നിവയാണ്. ആദ്യം 1/4 കിലോ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി തോലോടുകൂടി 4ആയി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വീണ്ടും 2ആയി മുറിക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. കുക്കർ മൂടി 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. 10 മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം തോൽ കളഞ്ഞെടുക്കുക. അതിനുശേഷം മാഷറോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഉടച്ചെടുക്കുക. ചൂടോടെ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഇത് മാറ്റിവെക്കുക. രണ്ടാമതായി നമ്മൾക്ക് ബോണ്ടിയുടെ ഉള്ളിലുള്ള സ്റ്റഫിംഗ് തയ്യാറാക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റുക. ഗ്യാസ് സിമ്മിൽ വെക്കാൻ മറക്കരുത്. ജീരകത്തിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും നല്ല മണം വരുമ്പോൾ പൊടിയായി അരിഞ്ഞ ഒരു സവാള ചേർക്കുക. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം പൊടിയായി അരിഞ്ഞ ഒരു കൊത്ത് കറിവേപ്പില, 1 തുണ്ട് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കുക. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് ആസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കായപ്പൊടി ചേർത്താൽ ആസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. ലേശം ഒന്ന് വാടിയാൽ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് സ്വീറ്റ് കോൺ, ഫ്രോസൺ ഗ്രീൻ പീസ്, ഈ മസാലയ്ക്കുള്ള ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, ക്യാരറ്റ് എന്നിവയെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റുക. ഗ്യാസ് സിമ്മിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് മസാലയ്ക്ക് എരിവ് കുറവായിരിക്കും, നല്ല കളർ കിട്ടുകയും ചെയ്യും. എരിവെല്ലാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മസാല ബോണ്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. സാധാരണ ബോണ്ട ഉണ്ടാക്കുന്നത് വ്യത്യസ്തമാണ്. ഇനി നമ്മൾക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ചധികം പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം അരമുറി നാരങ്ങ നീര് പിഴിയുക.
ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറായി. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ഈ സമയം നമുക്ക് ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് കടലമാവ് ചലിച്ചെടുക്കുക. കൂടെ 2 സ്പൂൺ അരിമാവ് കൂടി ചേർത്ത് ചലിക്കുക. വറുത്ത അരിമാവോ വറുക്കാത്ത അരിമാവോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇഡ്ലി മാവ് ഉണ്ടെങ്കിൽ 1 തവി ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കാം. കടലമാവ് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബോണ്ടയ്ക്ക് ലേശം കയ്പ് അനുഭവപ്പെടും. അതുപോലെ നല്ല സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കാൻ കടലമാവ് ചലിക്കുന്നത് നല്ലതാണ്. ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഫോളോ ചെയ്യുക. ചലിച്ച മാവിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. കൂടെ 2 നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. ഇത് ചേർത്താൽ ബോണ്ടയ്ക്ക് നല്ല മണമുണ്ടായിരിക്കും. ഇനി കുറേശ്ശെയായി വെള്ളമൊഴിച്ച് കലക്കുക. ഒറ്റയടിക്ക് വെള്ളം കുറേ ഒഴിക്കരുത്. ബോണ്ട മാവ് കുറച്ച് കട്ടിയിലായിരിക്കണം, കൂടുതൽ ലൂസാവാനും പാടില്ല. മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ വിരൽ മാവിൽ മുക്കിയാൽ വിരലിൽ മാവ് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം. ഇനി ഇത് മാറ്റിവെക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചൂടെല്ലാം പോയി നല്ലപോലെ തണുത്തിട്ടുണ്ടാവും. ഇവ ഇങ്ങനെ ഉരുള പിടിച്ച് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. മീഡിയം സൈസിലുള്ള 14 ബോണ്ടകളാണ് നമുക്ക് ഉരുട്ടിയപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് ബോണ്ട പൊരിക്കാനുള്ള ഉരുളിയോ ചീനച്ചട്ടിയോ വെക്കുക. വെള്ളമയം പോയതിനു ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ അതോടുകൂടി എണ്ണ ഒഴിച്ചാൽ എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കും. അതൊഴിവാക്കാൻ ഉരുളി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്ര എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, വേറെയും പൊരിക്കാനുള്ളത് കൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിക്കുന്നത്. ബോണ്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ ചൂടായാൽ ഗ്യാസ് സിമ്മിൽ വയ്ക്കുക. എണ്ണ ചൂടായോ എന്നറിയാൻ മാവിൽ നിന്ന് ഒരു നുള്ളെടുത്ത് എണ്ണയിലിട്ട് പെട്ടെന്ന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം എണ്ണ പൊരിക്കാൻ ആവശ്യമായ ചൂടായിട്ടുണ്ടെന്ന്. എണ്ണ അമിതമായി ചൂടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ബോണ്ട ഇട്ടതും മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. മിതമായ ചൂടിൽ നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുളകളെടുത്ത് ഇങ്ങനെ മാവിൽ മുക്കി മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളയിൽ എല്ലാ ഭാഗത്തും മാവ് കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ബിഗിനേഴ്സിന് നേരിട്ട് എണ്ണയിലിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉരുളകൾ മാവിൽ നന്നായി മുക്കിയെടുത്തതിന് ശേഷം 1 സ്പൂൺ കൊണ്ട് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 5 or 6 എണ്ണം ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 1 or 2 ഇട്ടും പൊരിച്ചെടുക്കാം. എണ്ണയിൽ ഇട്ടതും ഇളക്കരുത്. 2 മിനിറ്റിന് ശേഷം മെല്ലെ ഇളക്കി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ കരണ്ടി കൊണ്ട് വേർപെടുത്തുക. ഗ്യാസ് മീഡിയത്തിൽ വെച്ച് സാവകാശം ഗോൾഡൻ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചുമിട്ട് പൊരിക്കുക. എണ്ണയുടെ പത അടങ്ങുമ്പോൾ മനസ്സിലാക്കാം ബോണ്ട കോരി മാറ്റാറായി എന്ന്. ബോണ്ടകൾ കോരിയെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഗ്യാസ് ഹൈയിൽ വെക്കേണ്ടതാണ്. അതിനുശേഷം വീണ്ടും സിമ്മിലാക്കിയതിനു ശേഷം അടുത്ത ട്രിപ്പ് നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കുക. അങ്ങനെ എല്ലാം നല്ലപോലെ പൊരിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ കോരി വെച്ച ബോണ്ടകൾ ഒന്നുകൂടി എണ്ണയിലിട്ട് 2 മിനിറ്റിന് ശേഷം എടുക്കുക. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ മുരിഞ്ഞ ബോണ്ട കിട്ടുന്നതാണ്. സോഫ്റ്റ് ബോണ്ടയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അരിമാവിന് പകരം മൈദാ മാവ് ചേർക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ബോണ്ടകളും വറുത്തു കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് സോസോ മുളക് ചമ്മന്തിയോ ചട്നിപ്പൊടിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. മസാല ബോണ്ട ആയതുകൊണ്ട് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ബിഗിനേഴ്സിന് ധൈര്യമായി ഉണ്ടാക്കാവുന്നതാണ് ഇത്. യാതൊരു മിസ്റ്റേക്കും കൂടാതെ ചെയ്യുവാൻ, മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം, അതിനുള്ള കുഞ്ഞു ടിപ്സ് കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാള ബോണ്ടയാണ്. നമ്മൾ മസാല ബോണ്ടയ്ക്ക് കലക്കിയ മാവ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നമുക്ക് സവാള ബോണ്ട ചെയ്യാം. ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കടലമാവ് 1 കപ്പ്, 2 സ്പൂൺ അരിമാവ് എന്നിവ ചലിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി,
1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 നുള്ള് സോഡാപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് കലക്കുക. പൊടിയായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കൊത്തമല്ലിത്തഴ, 1 സവാള പൊടിയായി അരിഞ്ഞത് എന്നിവ ചേർത്ത് ഇളക്കുക. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. മാവ് കുറച്ച് ലൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹാർഡാവും ബോണ്ട. ചൂടായ എണ്ണയിലേക്ക് 1 തവി മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞതും ബോണ്ട മുകളിൽ പൊന്തി വരും. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് പൊരിക്കുക. ഗ്യാസ് ഹൈയിൽ വെച്ച് ബോണ്ട ചുട്ടാൽ ഉള്ളു വെന്തുവരില്ല, പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും. കുറച്ച് സമയമെടുക്കും ഇത് പൊരിച്ചെടുക്കാൻ. എണ്ണയുടെ പതയെല്ലാം അടങ്ങിയാൽ ടിഷ്യൂ പേപ്പറിലേക്ക് കോരിമാറ്റാം. സിമ്പിൾ സവാള ബോണ്ട വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. മഴക്കാലത്ത് ചൂട് ചായയോടൊപ്പം ഉള്ളി ബോണ്ട ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റിലുള്ള ഉള്ളി ബോണ്ട എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇനി മൂന്നാമതായി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ചൊവ്വരി വെച്ചുള്ള സ്വീറ്റ് കൊഴുക്കട്ടയാണ് ചെയ്യുന്നത്. ശരീരത്തിന് കുളിർമ നൽകുന്ന ഈ സ്വീറ്റ് ചൂടുകാലത്ത് തമിഴ്നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡിഷാണ്. ഇത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാദ്യം 1 കപ്പ് മാവ് ചൊവ്വരി അല്ലെങ്കിൽ സാദാ ചൊവ്വരി എടുക്കുക. ഇനി ചൊവ്വരിയിലേക്ക് അതേ അളവിൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി മൂടി 3/4 തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കുക. 3/4 മണിക്കൂർ കൊണ്ട് ചൊവ്വരി വെന്ത് നല്ലപോലെ സോക്കായി കിട്ടും. ഈ സമയം നമ്മൾക്ക് കൊഴുക്കട്ടയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. 1 കപ്പ് ചിരവിയ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കാനുള്ള സ്റ്റഫിംഗ് തയ്യാറായി. കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുന്നതാണ് നല്ലത്. തേങ്ങ ചിരകിയെടുക്കുമ്പോൾ കാമ്പിൻ്റെ പുറത്തുള്ള ബ്രൗൺ കളർ ചിരകിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായി നമ്മൾക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. 1 കപ്പ് ചിരവിയ തേങ്ങയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ഈ തേങ്ങയിൽ നിന്നും 1/4 പാൽ അരിച്ചെടുക്കുക. 1/4 പാൽ മാത്രം മതി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ തേങ്ങ നമ്മൾക്ക് തോരനും മറ്റും വയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കുറുകിയ 1/4 പാലിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാലിന് തന്നെ ലേശം സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കും. ഇനി ഇതും മാറ്റിവെക്കുക. ആദ്യം നമ്മൾ ചൊവ്വരി കുതിർക്കാൻ വെച്ചു, രണ്ടാമതായി സ്റ്റഫിംഗ് തയ്യാറാക്കി, മൂന്നാമതായി തേങ്ങാപ്പാലും തയ്യാറാക്കി വെച്ചു. ഇനി അടുത്തതായി നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾക്ക് കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാം. കുതിർത്ത ചൊവ്വരി കൈകൊണ്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. കൂടുതൽ കട്ടിയിലാണ് ചൊവ്വരി ഇരിക്കുന്നതെങ്കിൽ ലേശം ചൂടുവെള്ളം ഒഴിച്ച് നനച്ചാൽ മതി. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. 1:1 എന്ന റേഷ്യോയിലാണ് ചൊവ്വരിയും വെള്ളവും എടുത്തിരിക്കുന്നത്. കയ്യിൽ വെള്ളം തൊട്ട് നനച്ച ശേഷം 1 ഉരുള മാവെടുത്ത് ഇങ്ങനെ പരത്തി നടുക്ക് തേങ്ങ പഞ്ചസാര മിശ്രിതം വയ്ക്കുക. അതിനുശേഷം കൈകൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡും നടുക്കിലേക്ക് മടക്കുക. അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കുക. സ്റ്റഫിംഗ് പുറത്തു വരാത്ത രീതിയിൽ ഉരുട്ടുക. ആദ്യം ഉരുട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും രണ്ടാമത്തെ ഉരുള തൊട്ട് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ കഴിയും. അടുത്ത ഒരെണ്ണം കൂടി ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാ മാവും ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. 1 കപ്പ് മാവിൽ നിന്ന് 5 ഉരുളകളാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സമയം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടാവും. ഇനി ഇഡ്ഡലി തട്ട് വെച്ച് നനച്ച് പിഴിഞ്ഞ ഒരു തുണി ഇട്ട് കൊടുക്കുക. ഓരോ കുഴിയിലായി കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രം മൂടി 10 തൊട്ട് 15 മിനിറ്റ് വരെ ആവി കയറ്റുക. അതിനുശേഷം ഓഫ് ചെയ്ത് ലേശം തണുക്കാൻ വെക്കുക. ആറിയതിനു ശേഷം വെള്ളം തെളിച്ച് ഇഡ്ഡലി വാങ്ങുന്നത് പോലെ കൊഴുക്കട്ട വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നടുക്ക് തേങ്ങാപ്പാൽ വെച്ച് സെർവ് ചെയ്യുക. കണ്ണാടി പോലെ മനോഹരമാണ് ഈ ചൊവ്വരി സ്വീറ്റ് കൊഴുക്കട്ട. ഇത് കഴിക്കേണ്ട വിധം ഒരു പ്ലേറ്റിൽ കൊഴുക്കട്ട വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മുടെ ചൊവ്വരി സ്വീറ്റ് കൊഴുക്കട്ട
സൂപ്പർ ടേസ്റ്റിൽ തയ്യാറായി. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നാലാമതായി നമ്മൾക്കേവർക്കും വളരെ ഇഷ്ടമുള്ള ചെറിയ കടകളിൽ പോലും കിട്ടുന്ന കടലമിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്കൂൾ കാലഘട്ടത്തിലെ നൊസ്റ്റു ആയിരിക്കും ഈ കടലമിഠായി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിന് നമ്മൾക്ക് ആദ്യം വേണ്ടത് നിലക്കടലയാണ്. വറുത്ത നിലക്കടലയോ വറുക്കാത്ത നിലക്കടലയോ നിങ്ങൾക്കിതിന് ഉപയോഗിക്കാം. നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് വറുത്ത നിലക്കടലയാണ്. ഏത് നിലക്കടല എടുത്താലും വറുക്കേണ്ടതാണ്. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ വറുക്കാൻ കുറച്ച് സമയമെടുക്കും. വറുത്ത നിലക്കടലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. നല്ല സ്മെല്ല് വരുന്നത് വരെ സിമ്മിൽ വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം ഒരു മുറത്തിലേക്ക് കടല മാറ്റുക. അമ്മിയോ അല്ലെങ്കിൽ ചപ്പാത്തി റോളറോ വെച്ച് ഒന്ന് അരഞ്ഞെടുക്കുക. കടല ലേശം സ്പ്ലിറ്റ് ആവുകയും തോല് സെപ്പറേറ്റ് ആവുകയും ചെയ്യും. എന്നിട്ടും തോല് പോയിട്ടില്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് ഞെരടിയതിനു ശേഷം ഇങ്ങനെ പാറ്റുക. താഴെ ഒരു കടലാസ് വിരിച്ചു കൊടുത്താൽ തോല് 4 ഭാഗവും പറക്കാതെ നമ്മൾക്ക് വാരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ കടലയിലെ തോലെല്ലാം ഏകദേശം പോയിട്ടുണ്ട്. അത് മാറ്റിവെക്കുക. ഇനി കടലമിഠായിക്ക് വേണ്ടത് നെയ്യും ശർക്കരയുമാണ്. പാവ് വെല്ലമോ അച്ചുവെല്ലമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെല്ലത്തിൻ്റെ കളറിനനുസരിച്ചാണ് കടലമിഠായിയുടെ നിറമുണ്ടാവുക. കടലമിഠായി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രേ എടുത്ത് അതിൽ ലേശം നെയ്യ് പുരട്ടി വയ്ക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് തൊട്ട് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുക. ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പാവ് കുറുകുവാനുള്ള സമയവും കൂടും. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കല്ലും മണ്ണുമൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാവ് അലിഞ്ഞ ശേഷം അരിക്കേണ്ട. അല്ലെങ്കിൽ അരിച്ചെടുത്ത് വീണ്ടും പാനിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. നമ്മുടെ പാവിൻ്റെ പാകം എന്ന് പറയുന്നത് നല്ല കല്ല് പോലെയുള്ള പാകമാണ്. ശർക്കര പാവ് അലിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒട്ടുന്ന പരുവമാകും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. കുറച്ച് സമയം കൂടി വെച്ചാൽ പാവെടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കിയാൽ നൂല് പോലെ വരും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. അടുത്ത സ്റ്റേജ് പാവെടുത്ത് 2 വിരലുകൾക്കിടയിൽ വെച്ച് വലിച്ചാൽ 2 കമ്പി പോലെ വരും. അതാണ് ഡബിൾ സ്ട്രിങ് കൺസിസ്റ്റൻസി. അടുത്ത സ്റ്റേജ് പാവ് ലേശം വെള്ളത്തിലിട്ട് കൈകൊണ്ട് ഉരുട്ടിയാൽ നല്ല സോഫ്റ്റ് ബാൾ പോലെ ഇരിക്കും. അതിനും അടുത്ത സ്റ്റേജ് നമ്മൾ പാവ് പോലെ ഉരുട്ടി പ്ലേറ്റിലിട്ട് നോക്കിയാൽ കല്ല് വീഴുന്ന പോലെ ശബ്ദം വരും. വെള്ളത്തിൽ പാവ് നീളത്തിൽ ലേശം ഒഴിച്ചു നോക്കി എടുത്ത് പൊട്ടിച്ചാൽ പെട്ടെന്ന് പൊട്ടുന്നതാണ്. ആ സ്റ്റേജാണ് നമ്മൾക്ക് വേണ്ടത്. ഓരോ സ്റ്റേജും പെട്ടെന്ന് ആവുന്നതുകൊണ്ട് ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം പാവ് കുറുക്കുവാൻ. ലാസ്റ്റ് സ്റ്റേജ് പെട്ടെന്നായിരിക്കും ആവുക. ഉടനെ തന്നെ നമ്മൾ കടലയിട്ട് ഇളക്കണം. അല്ലെങ്കിൽ പാവ് പെട്ടെന്ന് കരിഞ്ഞ് കടലമിഠായി ശരിയായ രീതിയിൽ കിട്ടുകയില്ല. കരിഞ്ഞ മണമായിരിക്കും കടലമിഠായിക്ക്. പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നെയ്യ് പുരട്ടിയ ഗ്ലാസോ സ്പൂണോ കൊണ്ട് ലെവൽ ചെയ്യുക. ഉടനെ തന്നെ കടലമിഠായി വരഞ്ഞു വെക്കണം. കത്തി നെയ്യിൽ മുക്കി വേണം വരഞ്ഞു വെക്കുവാൻ. ആറിയതിനു ശേഷം പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയില്ല. നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ വരഞ്ഞു വെക്കുക. വെല്ലത്തിൻ്റെ കളർ ഡാർക്ക് ആയതുകൊണ്ടാണ് കടലമിഠായി ഡാർക്ക് ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്. രണ്ടാമത്തെ കടലമിഠായി നമ്മൾ തയ്യാറാക്കുന്നത് അധികം കളറില്ലാത്ത സാദാ ശർക്കരയിലാണ്. അതുകൊണ്ട് ശർക്കര അലിഞ്ഞു കഴിഞ്ഞാൽ അരിച്ചു വേണം പാവ് കുറുക്കേണ്ടത്. മറയൂർ ശർക്കരയും സാദാ ശർക്കരയും തമ്മിലുള്ള കളർ വ്യത്യാസം കാണിക്കാനാണ് 2 തരത്തിലും ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ സ്വാദ് മറയൂർ ശർക്കരയിൽ ചെയ്യുന്ന കടലമിഠായിക്കാണ്. മറയൂർ ശർക്കരയിൽ തയ്യാറാക്കിയ കടലമിഠായി മുറിച്ചു വെക്കാൻ താമസിച്ചത് കൊണ്ടാണ് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ മുറിക്കാൻ സാധിക്കാഞ്ഞത്. എന്നാൽ സാദാ ശർക്കരയിൽ തയ്യാറാക്കിയ കടലമിഠായി ട്രേയിൽ ഒഴിച്ച് ലെവൽ ചെയ്തതും മുറിച്ചതുകൊണ്ട് ഒരുവിധം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ക്രിസ്പി കടലമിഠായി വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കാം. സ്വാദും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കും. പാവിൻ്റെ പാകം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സിമ്മിൽ വെച്ച് ചെയ്താൽ കറക്റ്റ് സ്റ്റേജ് നമ്മൾക്ക് അറിയാൻ പറ്റും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുത്ത് വെക്കുക. ഇടയ്ക്കിടെ ലേശം ഒഴിച്ചു നോക്കുക. ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പാവ് കുറുകുന്ന സമയം തൊട്ട് നോക്കിയാൽ മതി. സോഫ്റ്റ് ബാൾ പരുവം കഴിഞ്ഞുള്ള 5ാമത്തെ സ്റ്റേജ് ആണല്ലോ നമ്മൾക്ക് വേണ്ടത്. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കടലമിഠായി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ ഈ 4 സ്നാക്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കേണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.